നമ്മളിപ്പോൾ ഉള്ളത് മാളയിലാണ് കേട്ടോ. ഇത് നമ്മുടെ നാറാണത്ത് പ്രാന്തം സീരിയലുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്ത വീടാണ്. ഇവിടെയാണ് നമുക്ക് ഫിഷിങ്ങിന് പോകാനായിട്ടുള്ള ബോട്ട് എടുത്ത് വെച്ചേക്കണത്. കാര്യം പുഴയുടെ തീരത്തായതുകൊണ്ട് ഇവിടെ തന്നെയാണ് കൊണ്ടുവന്ന് വെച്ചേക്കണത്. അത് നമ്മൾ വണ്ടിയിലൊക്കെ കെട്ടിച്ചുവന്നാണ് സാധാരണ കൊണ്ടുവരാറുള്ളത്. നമുക്ക് മീൻ പിടിക്കാനുള്ള ബോട്ടാണിത്. അതെ, 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചതാ. ഇത് എത്ര പേര് കൂടി വാങ്ങിച്ചാണ്? നിങ്ങൾ എത്ര പേര് കൂടി വാങ്ങിച്ച? 2 പേര് കൂടി വാങ്ങിച്ച ബോട്ടാണ് അല്ലേ? ഈ ബോട്ടിന് $2400 ഇപ്പോഴത്തെ അതിൻ്റെ റേറ്റ്. എന്ന് പറയുമ്പോൾ ഏകദേശം 1-2 ലക്ഷത്തിൽ താഴെ. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡ്യൂട്ടിയൊക്കെ അടച്ചു വരുമ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് വരും പുതിയ ബോട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മാളയിലത്തെ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ പോയിട്ടൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2ാമത്തെ ദിവസം പിന്നെയും ബോട്ടും സാധനങ്ങളൊക്കെ റെഡിയാക്കി വീണ്ടും പോകണേണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഇന്നും ഉള്ളത് അല്ലേ? എല്ലാവരും ഒന്ന് കഴിവൊക്കെ. ഓക്കെ, അപ്പോൾ തുടങ്ങാം ഇന്നത്തെ പരിപാടി. ഓ, നല്ല കിടില മഴ പെയ്യുന്നുണ്ട് കേട്ടാ. അപ്പോൾ ക്യാമറ പതിക്കെ ഓഫാക്കണേ. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പതിക്കെ അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓണാക്കി പയ്യെ എടുക്കാം. നല്ല മുട്ട മഴയുണ്ടാ വേണം. ഇത് കണ്ട ആ ലീഡറിലുണ്ടാ. നമ്മൾ ശരിക്കും ലക്ഷ്യം വെക്കുന്നത് കാളാഞ്ചി, ചെമ്പല്ലി അങ്ങനത്തെ മീനുകളെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ചെമ്പല്ലി കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ കാളാഞ്ചിക്ക് നമ്മൾ അത്രയും ഉറപ്പ് പറയുന്നില്ല. എന്നാലും നമ്മൾ പരമാവധി നോക്കുന്നുണ്ട്. 3-4 പേര് നോക്കുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടാണ്ടിരിക്കൂല എന്നാണ് വിചാരിക്കണം. ഇവിടെ ഞാൻ കാളാഞ്ചിനെ പിടിച്ചതില്ലെങ്കിൽ ആർക്കും ബോട്ടേന്ന് ഞാൻ കയറ്റിയത്. എന്തിനാ പാടുപെടും. പെരിയ കാളാഞ്ചി, സ്വർണ്ണമാതിരി കളിച്ചെടുക്കും. പെരിയ കാളാഞ്ചി. ഒരു മുട്ട സാധനം അടിച്ചാണ്. അടിച്ചോർത്ത് വളഞ്ഞങ്ങോട്ട്, പക്ഷെ അങ്ങോട്ട് കുക്കായില്ല. പോയി, കഷ്ടമായി പോയി. പോയി. നല്ല കിട്ടില്ല മഴ പെയ്യുണ്ട്, മുട്ട മഴ. നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കണേണ്. ഇത് മറ്റേ ഗോപ്രോ ഇല്ലേ, ഗോപ്രോയിലാണ് നമ്മൾ എടുക്കുന്നത്. മീനാണോ? സൈസാണോ? രണ്ടും കൂടി ഉടക്കിയിട്ടുണ്ട്. ആവശ്യം സൈസാണ്. ഓ,
ഇപ്പുറത്ത് പോയോട്ടോ ഇവിടെ ഇവിടെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ചെമ്പല്ലി ചെമ്പല്ലാണ്. ആ പൊളിച്ച് രണ്ട് കൊളുത്തും കൂടി 2 കൊളുത്തും കൂടി കയറിയതാണ്. എടാ ഇതെവിടെ ലാൻഡിങ്? ഓ ജസ്റ്റ് കൊള്ളാട്ടോ പേട്ടച്ച് സൈസ് കാണാം. നല്ല കിട്ടില്ല ചെമ്പല്. അത് ഒന്ന് ഹുക്ക് ചെയ്തില്ലെങ്കിൽ പൊളിച്ച് റെഡ് സ്നാപ്പർ. നല്ല കിടിലൻ ചെമ്പല്ലി. നിസാമൊക്കെയാണ് പിടിച്ചേക്കണേട്ടാ. പിരിഞ്ഞ് കേറിയാ. കയ്യുമ്മേല് കയറും. ഇതേപോലെ മര്യാദക്ക് നോക്കി പിടിച്ചില്ലെങ്കിൽ ചെമ്പല്ലിയും ഈ ലൂറൊക്കെ കയ്യിൽ പടച്ച് കയറും. ഇത് അഴിക്കാൻ 1.5 മാസം എടുക്കും കേട്ടോ. എല്ലാം കൂടിയും കയറി പിടിച്ചിട്ടുണ്ട്. ആദ്യം എന്റെ ചൂണ്ടേന്ന് അടിച്ചിട്ടാണ് നിങ്ങളെ ചൂണ്ടിൽ വന്ന് പിടിച്ചേക്കണം. അപ്പൊ ഇത് എനിക്ക് കിട്ടിയ മീനായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെയാണ്. നീ ആ ഡയറക്ഷൻ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ സാധനം എനിക്ക് കിട്ടില്ല അല്ലെ? കിട്ടില്ല. ഉറപ്പാണ്. നീ അതെങ്ങനെയാണ് ഉണ്ണി? അതെങ്ങനെ സാധിക്കുന്നല്ലേ? എന്റെ കർത്തവ്യം നിറവേറ്റി. ഇനി എനിക്ക് സന്തോഷത്തോടെ അടിപൊളി സാധനം. അത് നിസാമ് വന്ന അങ്ങനെയാണ് വൈഡാക്കി എനിക്ക്. നല്ല കിടിലൻ ചെമ്പല്ലി. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിന്റെ അല്ല അതേ ഒരു സൈസ് ഇങ്ങനെ. അത് ഞാനാ കാണിച്ചത്. ഇങ്ങനെ കാണിക്കും. നമ്മള് കൊറേ കറങ്ങി, ഒരുപാട് കറങ്ങി, പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ആകെ ഒരു ചെമ്പല്ലി കിട്ടിയുള്ളു. 1-2 ദിവസം ഇടാൻ നടന്നിട്ട് ആകെ കിട്ടിയത് ചെമ്പല്ലിയാ. കുഴപ്പമില്ല, ഇപ്പം ചെമ്പല്ലിയെങ്കിൽ ചെമ്പല്ലി. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ ഇനി നമ്മുടെ കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ ചെമ്പല്ലീനെ മാളേന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാര്യം വേറെ ഒന്നുമല്ല, ഈ എയ്സ് ഒരു ദിവസം പറഞ്ഞ് പപ്പ എല്ലായിടത്തും ചൂണ്ടിടാൻ പോയിട്ട് മീനൊക്കെ ഒറ്റക്ക് വറുത്തതിന് ഞങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഞാൻ മീനിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഇവിടെ വീട്ടിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പം എപ്പം മഴ വരും എന്ന് കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസിലാണ് നോക്കണം. അതാകുമ്പോൾ നമുക്ക് സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിത് മിക്സ് ചെയ്ത് പുരട്ടിയിട്ട് പരിപാടി തുടങ്ങാം. അപ്പോൾ മസാല പുരട്ടാനായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഫിഷ് മസാല, പിന്നെ ഉപ്പ്, പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇത് നമ്മുടെ സാറാസിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം ഇത് നമുക്ക് ഇഞ്ചിയൊക്കെ ചതക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പം അങ്ങനെ ചതച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കാം. അല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത്. സംഭവം നല്ല ക്ലീൻ പാക്കറ്റിലാണ് വന്നേക്കുന്നത്. കട്ട് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നല്ല ക്ലീൻ പേസ്റ്റാണ്, നല്ല കൃത്യം മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത്. ഓക്കെ, അപ്പം നമ്മൾ ചെമ്പല്ലിയുടെ പുറത്തേക്ക് നമ്മുടെ മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടുന്നുണ്ട്. ഫ്രൈ ചെയ്യാനായതുകൊണ്ട് അധികം മസാലയൊക്കെ വാരിക്കോരി തേച്ചെന്നാൽ ഇവൻ അടിയിലൊക്കെ പിടിച്ച് ആകെ അലമ്പാവും. അപ്പോൾ ആവശ്യത്തിനുള്ള മസാല മാത്രം പുരട്ടുക. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേപ്പില ഇടണേ.
അപ്പോൾ നമ്മൾ ചെമ്പല്ലിനെ ഒന്ന് പതുക്കെ മറിക്കണേണ്ട. ഒരു സൈഡ് അത്യാവശ്യം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. കുറച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനങ്ങോട്ട് എടുത്തു മാറ്റണേണ്. ഇങ്ങുണ്ടോ അടുപ്പിച്ച് പിടിച്ചോ. ഓക്കെ, ചെമ്പല്ലി എങ്ങനെ ഉണ്ടോ അവനെ? അപ്പോൾ നമ്മുടെ ചെമ്പല്ലി നമ്മൾ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏസ് തന്നെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. കഴിച്ചു നോക്കാം. ആ ഇതുണ്ട്, എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എന്നാൽ അങ്ങോട്ട് പോയി പറ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചെമ്പല്ലി പിടിച്ച് വറുത്തത്.